അടുത്തിടെ ഇസ്രായേലിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞത് ഇന്ത്യ കുറച്ചുകാലമായി ഇസ്രായേലിന് ധാരാളം ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഹെർമിസ് 900 ഡ്രോൺ മുതൽ പീരങ്കി സംവിധാനങ്ങൾ വരെ. ഈ ആയുധങ്ങളെല്ലാം നൽകിയതിന് ഇന്ത്യയോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അതേസമയം ഇന്ത്യ ഇപ്പോൾ ഈ ആയുധങ്ങൾ നൽകി ഞങ്ങളെ സഹായിക്കുന്നത് 1999 ഞങ്ങൾ ചെയ്ത സഹായത്തിന് അവർ കാണിക്കുന്ന കടപ്പാടാണ്. ഇങ്ങനൊരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടു. ഇപ്പോൾ ഗാസയിലെ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് കാണുന്നുണ്ട്. ഇവിടങ്ങളിൽ നിരീക്ഷണത്തിനും ആയുധ നിർമ്മാണത്തിനും ബോംബ് ആക്രമണത്തിനും ഉപയോഗിക്കാവുന്ന ഡ്രോണാണ് ഹെർമിസ് 900. ഇന്ത്യയിലെ അദാനി എന്ന കമ്പനിയാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. ഇത് ഇസ്രായേലുമായി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. അങ്ങനെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെർമിസ് 900 ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ ഹെർമിസ് 900-നപ്പുറം കയറ്റുമതി ചെയ്ത നിരവധി ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളുടെ പട്ടികയാണ് ഈ അംബാസിഡർ നമുക്കൊരു ചെറിയ ആമുഖം പോലെ നൽകിയത്. ഇന്ത്യൻ സർക്കാർ ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആയുധ ഇടപാടിനെ കുറിച്ചാണ്. കൂടാതെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. മരിയാന ടാൻസിയ, ഈ കപ്പലിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരുപാട് പേർ സംസാരിക്കുന്നത്. ഈ കപ്പലിനുള്ളിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഈ കപ്പൽ ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. ഈ കപ്പലിനുള്ളിൽ എന്താണെന്ന് അറിയാത്തതിനാൽ തന്നെ ഒരു പക്ഷേ അതിനുള്ളിൽ ആയുധങ്ങൾ ഉണ്ടായിരിക്കാം എന്ന ധാരാളം ഊഹാപോഹങ്ങളുണ്ട്. ഹെർമിസ് 900 എടുത്താൽ അതൊരു ഇസ്രായേലും ഇന്ത്യൻ കമ്പനിയും ചേർന്ന് നിർമ്മിച്ച ഡ്രോണാണ്. അതിനാൽ നമ്മൾ ഹെർമിസ് 900 കയറ്റുമതി ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകില്ല. അത് തീർച്ചയായും പുറത്ത് അറിയും. അതേസമയം ഇതൊരു ഇസ്രായേലി ആയുധമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിനാൽ നമ്മൾ അത് അവർക്ക് കയറ്റുമതി ചെയ്യണം. പക്ഷേ ഇതിനപ്പുറം മറ്റൊരു ആയുധവും ഇന്ത്യ നൽകിയിട്ടില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേസമയം ഈ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ പരസ്യമായി പറഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഈ വാർത്ത വലിയ ചർച്ചയായി മാറിയത്. എന്തായുധമാണ് നിങ്ങൾ ഇസ്രായേലിന് നൽകുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നു. നിലവിലെ ഡ്രോണുകൾക്കപ്പുറം പീരങ്കികൾ ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. 1990 നടന്ന സംഭവം കാരണമാണ് ഇപ്പോ അംബാസിഡർ പീരങ്കി എന്ന വാക്ക് പരാമർശിക്കാൻ കാരണം. കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ബോഫേഴ്സ് ആയിരുന്നു. ഈ ബോഫേഴ്സ് സ്വീഡന്റെ ഒരു തോക്കാണ്. നമ്മൾ ഈ തോക്ക് വാങ്ങി. പക്ഷെ കാർഗിലിൽ ഇത് ഉപയോഗിക്കാനായി പോയപ്പോൾ ആ തോക്കിനുള്ള വെടിമരുന്ന് കിട്ടിയില്ല. അതിന് കാരണം നമ്മൾ നടത്തിയ ആണവ പരീക്ഷണമാണ്. നമ്മൾ ഈ ആണവ പരീക്ഷണം നടത്തിയതിനാൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറായില്ല. അതിനാൽ ഒരു പാശ്ചാത്യ രാജ്യം എന്ന നിലയിൽ സ്വീഡൻ നമുക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തി. ഈ പീരങ്കി തോക്കുകൾക്കുള്ള വെടിമരുന്ന് അവർ നമുക്ക് നൽകിയില്ല. എന്നാൽ കാർഗിൽ യുദ്ധത്തിൽ ആ പർവ്വത പ്രദേശങ്ങളിൽ ബോംബ് സ്ഥാപിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ താഴെ നിന്ന് പോകുന്ന സൈനികർ രക്ഷപ്പെട്ട് കയറി മുകളിൽ വന്ന് ആക്രമണം നടത്തുകയുള്ളൂ. ബോംബ് എറിയാതെ എത്ര പട്ടാളക്കാരെ അയച്ചാലും എല്ലാവരും മരിക്കും. അതിനാൽ കാർഗിൽ യുദ്ധത്തിൽ തോക്ക് ഉപയോഗിച്ചതിന്റെ മരണനിരക്കിനേക്കാൾ 100 മടങ്ങ് കൂടുതലാകുമായിരുന്നു തോക്ക് ഉപയോഗിക്കാനായില്ലെങ്കിൽ ഉണ്ടായ മരണനിരക്ക്. നമ്മൾ യുദ്ധം ജയിച്ചേനെ, അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ യുദ്ധം ജയിക്കാൻ നമ്മൾ എത്ര സൈനികരെ ബലിയർപ്പിക്കുമായിരുന്നു? അതാണ് അവിടെയുള്ളൊരു ചോദ്യം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആരാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലാണ്. ആരും ഇന്ത്യക്ക് ആയുധം നൽകാൻ പാടില്ല എന്ന് അമേരിക്ക പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങൾക്ക് അമേരിക്കയിൽ വിശ്വാസമുണ്ട്, എന്നാൽ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. ഞാൻ ഇന്ത്യക്ക് ആയുധം നൽകും. അങ്ങനെ ഒരു കപ്പൽ നിറയെ ബോഫേഴ്സ് പീരങ്കി വെടിമരുന്ന് നമുക്ക് ലഭിച്ചു. സത്യത്തിൽ അന്നത്തെ BJP സർക്കാർ പറഞ്ഞത്, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധത്തിലാണെങ്കിൽ അത് പ്രശ്നമാകും. അതിനാൽ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പതാക എടുത്തു മാറ്റി നിഷ്പക്ഷമായി ആയുധങ്ങൾ നൽകുക എന്ന് പറഞ്ഞു. കാരണം ഇസ്രായേൽ വലിയ റിസ്ക് എടുത്ത് നമുക്ക് ആയുധങ്ങൾ നൽകിയാലും ഇസ്രായേലാണ് ആയുധങ്ങൾ നൽകുന്നത് എന്ന് വെളിപ്പെടുത്തരുതെന്ന് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ അതിന് കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആയുധങ്ങൾ നൽകിയാൽ അത് ഞങ്ങളുടെ പതാകയുള്ള കപ്പലിൽ മാത്രമേ വരൂ. ആയുധം നൽകിയത് ഞങ്ങളാണെന്ന് അവർ തുറന്നു പറഞ്ഞു. പക്ഷെ ആ സമയത്ത് യുദ്ധം ജയിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഇസ്രായേലിൽ നിന്ന് നമ്മൾ ആയുധം വാങ്ങി. നമുക്ക് ലഭിച്ച ആയുധങ്ങളിൽ ഏകദേശം 3.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ നമ്മൾ ബോഫേഴ്സിനായി ചെലവഴിച്ചു. നമ്മൾ അത് ചെയ്തതുകൊണ്ടാണ് കാർഗിൽ യുദ്ധം ജയിക്കാൻ സാധിച്ചത്. ഇന്നുവരെയും കാർഗിലിൽ വീരമൃത്യു വരിച്ച കേരളത്തിലെ നിരവധി സൈനികരുണ്ട്. ഒരുപാട് കുടുംബങ്ങളുണ്ട്. അങ്ങനെ മരിച്ചവരുടെ എണ്ണം അധികമാകുമായിരുന്നു.
അവർ തക്ക സമയത്ത് ആയുധങ്ങൾ നൽകാതിരുന്നുവെന്നുണ്ടെങ്കിൽ. അതിനാൽ ഈ വിഷയത്തിൽ ഒരു കടപ്പാടെന്ന വണ്ണമാണ് ഇന്ത്യ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് ഈ ഇസ്രായേലി അംബാസിഡർ ഒരു വാർത്ത പുറത്തുവിട്ടു. 1999 കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാരണം ഇതാണ്. ആ സമയത്ത് ഇന്ത്യക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ഞങ്ങൾ അവരെ സഹായിച്ചു. അതിൽ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സമാനമായി ഇന്ത്യ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഇന്ത്യക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇസ്രായേലിന് എങ്ങനെയാണോ അമേരിക്ക ഉണ്ടായിരുന്നത് അതുപോലെ ഇന്ത്യക്കും നിരവധി രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടേണ്ടി വന്നാലും അവർ ആയുധം ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞു. ഇപ്പോ ഒരു ധാർമ്മികമായി നോക്കിയാൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങൾക്ക് തിരികെ എന്തെങ്കിലും ചെയ്യും. ഇത് ഒരുതരം കൊടുക്കലും വാങ്ങലുമായാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞാലും ഇതിനപ്പുറം മറ്റൊരു പ്രധാന കാര്യം കൂടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തേജസ് വിമാനം 2028 മുതൽ സ്വദേശിവൽക്കരണ പ്രക്രിയയിൽ പ്രവേശിക്കുകയും ധാരാളം ആഭ്യന്തര ഉൽപാദനവുമായി പുറത്തിറങ്ങുകയും ചെയ്യും. പക്ഷേ 2028 വരെ നിർമ്മിക്കാൻ പോകുന്ന വിമാനങ്ങൾ എല്ലാ വിമാനങ്ങളിലുമുള്ള AESA റേഡാർ ഒരു ഇസ്രായേലി കമ്പനിയുടേതാണ്. മാത്രമല്ല ഇവിടെയുള്ള ഇന്ത്യക്കുള്ള ഹ്രസ്വദൂര മിസൈലുകളും ഇസ്രായേലിന്റേതാണ്. പൈത്തൺ എന്ന വിമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ തേജസ് വിമാനത്തിൽ പൈത്തൺ സംയോജിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല BMD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. ശത്രുക്കൾ നമ്മുടെ നേരെ ആയുധം പ്രയോഗിക്കുകയാണെങ്കിൽ അവർ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ആ സമയം നമ്മുടെ ആളുകളെയും നമ്മുടെ നഗരങ്ങളെയും സംരക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് BMD-യുടെ ഒരു പ്രധാന ഭാഗം റാഡാറാണ്. ഈ റേഡാറാണ് ശത്രുവിന്റെ ICBM ട്രാക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് ഒരു ഇന്റർസെപ്റ്റർ അയക്കും. ഇപ്പോൾ നമ്മുടെ പക്കലുള്ള എല്ലാ BMD-കളും നമ്മൾ പ്രാഥമികമായി ഉപയോഗിക്കുന്ന എല്ലാ റേഡാറുകളും എൽറ്റ എന്ന ഇസ്രായേലി കമ്പനിയുടേതാണ്. അതിനാൽ ഇന്ത്യയിലെ എല്ലാ നിർണായക പ്രതിരോധ ഉപകരണങ്ങളും ഇസ്രായേലിൽ നിന്നാണ് വന്നത്. മാത്രമല്ല ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബരാക് എയർ ഡിഫൻസ് സിസ്റ്റം. ബരാക്കിനെ നോക്കിയാൽ നാറ്റോയുടെ അതേ നിലവാരത്തിലുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. കപ്പൽവേധ മിസൈലുകളിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ സ്വയം പരിരക്ഷിക്കാൻ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതിനാൽ ഈ സംവിധാനം ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ എല്ലാ നിർണായക സാങ്കേതിക വിദ്യകളിലും ഇന്ത്യയിലുടനീളം ഇസ്രായേലുമായി ഒരു പങ്കാളിത്തമുണ്ട്. അപ്പോ അത്തരമൊരു രാജ്യം, ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എന്തെങ്കിലും ചെയ്യണം. ഇനി ഈ പീരങ്കികൾ മാത്രമാണോ നൽകിയത്, അല്ലെങ്കിൽ പീരങ്കികൾക്കപ്പുറം മറ്റെന്തെങ്കിലും ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയോ എന്നുള്ളത് നോക്കുമ്പോൾ ഇതുവരെയും സർക്കാർ അതിനെക്കുറിച്ച് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. ഏതൊക്കെ ആയുധങ്ങളാണ് നൽകിയത് എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ അംബാസിഡർ പറഞ്ഞ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കമന്റിൽ പറയുക. ലോകമെമ്പാടും ഉള്ളതിൽ വെച്ച് വളരെ ക്രൂരമായ മൃഗം അത് മനുഷ്യനാണ്. എവിടെ നോക്കിയാലും ഒരു മനുഷ്യനെതിരെ മറ്റൊരു മനുഷ്യൻ അനീതി ചെയ്യുക തന്നെ ചെയ്യും. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ആളുകളെ എങ്ങനെ രക്ഷിക്കാം, അതായിരിക്കണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.